السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ ബഹുമാനം നിറഞ്ഞ മെഹബൂബ് സാർ, ഏറെ ബഹുമാനം നിറഞ്ഞ മുഹമ്മദ് ബിലാൽ സാർ, പ്രിയപ്പെട്ട ബ്രൈറ്റ് അക്കാദമിയിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വബില്ലാഹി തൗഫീഖ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ പുതിയൊരു സ്വപ്നത്തിന്റെ പിറകെ, കുറച്ച് പഴയതാണെങ്കിലും കുറച്ചുകൂടി പുതുക്കിക്കൊണ്ട് നമ്മൾ പുതിയൊരു സ്വപ്നത്തിന്റെ പിറകെ ഒരു യാത്ര തിരിക്കാൻ ആരംഭിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും പ്രിയപ്പെട്ടവർക്ക് നൽകുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്ന് നമ്മൾക്കിവിടെ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയലാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബിലാൽ സാറ് കേരള PSC UP അറബിക് പരീക്ഷയിൽ 2024 2ാം റാങ്ക് നേടി സർവീസിൽ പ്രവേശിച്ച വിദ്യാർത്ഥിയാണ്, ബ്രൈറ്റ് അക്കാദമിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ. അതേപോലെ തന്നെ ബ്രൈറ്റ് അക്കാദമിയുടെ സാർ, പ്രിയപ്പെട്ട പഠിതാക്കളെ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ബിലാലിനെ ക്ഷണിക്കുകയാണ്. ബിലാല് PSC തന്നെ വലിയ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ നമുക്കേറെ പ്രചോദനമാവേണ്ട പല പഠന രീതികളെക്കുറിച്ചും നമ്മോട് സംവദിക്കും ഇൻഷാ അല്ലാഹ്. PSC എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ഒരു കിട്ടാത്ത കടമ്പയാണ് എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമ്മളിൽ പലർക്കുള്ളത് എന്നുള്ളതാണ്. അതെങ്ങനെ മറികടക്കാം എന്നുള്ളത്, PSC എന്ന ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ബിലാൽ സാർ നമ്മളോട് പങ്കുവെക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ PSC എക്സാമുകളിൽ ഫസ്റ്റ് റാങ്ക് തന്നെ നേടി അങ്ങനെ ജോലി നേടിയ ആൾ കൂടിയാണ് ബിലാൽ. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ ഇപ്പോഴും ഈ വൈജ്ഞാനിക രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരാളെന്ന് വിശേഷണം കൂടി ബിലാലിന് നമുക്ക് ചാർത്തി കൊടുക്കാൻ പറ്റും. അപ്പൊ ആ അറിവ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു യാഥാർത്ഥ്യം എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ ആമുഖങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏറെ സ്നേഹത്തോടു കൂടി ബിലാൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്.
അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വ്യത്യസ്ത PSC അറബി അധ്യാപക പരീക്ഷകളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, പഠനം ഇവിടെ ആരംഭിക്കാനിരിക്കുന്ന ആളുകളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ ഒരുപാട് പരീക്ഷകൾ എഴുതി പഠനം നടത്തി പരിചയമുള്ളവരും ലിസ്റ്റുകൾ, വ്യത്യസ്ത ലിസ്റ്റുകളിൽ പേര് വരികയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. അതുപോലെ പഠനം തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല, തുടക്കക്കാരാണ് എന്ന തരക്കാരും പലരും ഉണ്ടാവും. ആദ്യമായിട്ട് ഇനി വരുന്ന അപേക്ഷിക്കാനിരിക്കുന്ന PSCകൾ എഴുതണം, അത് ഒരു തുടക്കമായിട്ട് കാണണം, ഗംഭീരമാക്കണം എന്നൊക്കെ കരുതി തയ്യാറായി നിൽക്കുന്ന ആളുകളുമുണ്ട്. ഏതായിരുന്നാലും അറബി ഭാഷ, അതുപോലെ അധ്യാപന മേഖല, ഈ ഏരിയയിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ നേടണം, പഠിക്കണം, മുന്നേറ്റം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടമായ നിങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലൊരു സംസാരത്തിന് ഇവിടെ അവസരമൊരുക്കിയതിന് ഞാൻ ബ്രൈറ്റ് അക്കാദമിയോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെഹബൂബ് സാർ, ഞാൻ അലിഗഡിലാണ് എൻ്റെ BEd ചെയ്തത്. ആ സമയത്ത് മെഹബൂബ് സാർ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഒതുങ്ങിക്കൂടൽ കൊണ്ട് സാറുമായിട്ട് പരിചയത്തിലോ അതുപോലെ ഉപയോഗിക്കാനോ ഒന്നും അധികം അവസരം ഉണ്ടായിട്ടില്ല. സാറുമായിട്ട് ഈ ഒരു മീറ്റിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനും, അതുപോലെ അജു ഷാഹിർ സർ ഒരുപാട് PSCയുടെ ഈ ഒരു വഴിയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ്. ഇത്തരത്തിലൊരു മീറ്റിൽ ഒരുമിച്ച് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഈ ഒരു അവസരം എനിക്ക് നൽകിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വളരെ വേഗത്തിൽ എന്നെ ഒന്ന് സ്വന്തം പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് ബിലാൽ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കൊപ്പം പ്രദേശത്താണ് വീട്. എന്നെ സംബന്ധിച്ചിടത്തോളം PSC പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പഠനം ഞാൻ തുടങ്ങിയത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പും PSC എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള പ്രിപ്പറേഷൻ, ഒരു ആക്ച്വൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലാതെ വെറൊരു എഴുത്ത് എന്നതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അപ്പോഴത്തെ ആ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ 100-ൽ ഒരു 80-ഓ 85-ഒക്കെ ചോദ്യം എത്തുമ്പോൾ തന്നെ പരീക്ഷയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഈ ഒരു പഠനം തുടങ്ങിയിട്ട് 2024 ജൂണിൽ പാലക്കാട് UP എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങി. അപ്പോൾ ഒരു പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന സമയത്ത് ബ്രൈറ്റ് അക്കാഡമി അതുപോലെ ജദാറ ഒരുമിച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ, അതൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞു. ആ ഒരു തയ്യാറെടുപ്പ്, ആ ഒരു പ്രിപ്പറേഷൻ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി, തുടക്കം മുതൽ അവസാനം വരേക്ക് മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ഈ പറഞ്ഞ പാലക്കാട് UP എക്സാം, 2025 ഏപ്രിൽ. ആ പരീക്ഷ എഴുതുകയും അതിലെനിക്ക് 2ാമത്തെ റാങ്ക് കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയത്. ഇപ്പൊ നിലവിൽ UP അറബിക് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിന് പുറമെ, പാലക്കാട് UP ലിസ്റ്റിന് പുറമെ
പറയത്തക്ക തയ്യാറെടുപ്പുകളൊന്നും പിന്നീട് ഒരു പഠനമൊന്നും നടത്താതെ തന്നെ അതിനുശേഷം നടന്ന പാർട്ട് ടൈം HSA, പാലക്കാട് ജില്ലയിലേക്ക് തന്നെയുള്ള പാർട്ട് ടൈം HSAയിൽ ഒന്നാമത്തെ റാങ്ക് കിട്ടി. അതുപോലെ PSC പഠനം എന്നതിനപ്പുറം മറ്റൊരു അറബി വിഷയത്തിൽ പറയത്തക്ക എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ PSC പഠനത്തിന്റെ ആ ഒരു ഗുണം കൊണ്ട് 2025 ഡിസംബർ സൈക്കിളിൽ എനിക്ക് UGC നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഈ തൊട്ട് കഴിഞ്ഞ സൈക്കിളിൽ ഇൻഷാ അള്ളാ PhD കൂടെ കംപ്ലീറ്റ് ചെയ്യണം, JRF വെച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഞാൻ കൺസിസ്റ്റന്റ്ലി പഠിച്ചൊരു കാലയളവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മാസമായിരുന്നു. 10 മാസം കൂടിപ്പോയാൽ ഒരു 8 മാസമൊക്കെയാണ് വളരെ ഇന്റൻസീവായിട്ട് പഠിച്ചത്. എനിക്ക് 10 മാസം കൊണ്ട് അല്ലെങ്കിൽ എനിക്കിത് നേടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും യാതൊരു സംശയവുമില്ല, എഫേർട്ട് ഇടാൻ നിങ്ങൾ സന്നദ്ധമാണ് എന്നാണെങ്കിൽ, ഇന്നിപ്പോൾ പഠനാരംഭമാണല്ലോ, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സന്നദ്ധമാണ് എന്നാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ കാലയളവിൽ വലിയ എന്നേക്കാൾ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇൻഷാ അള്ളാ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞ് മുഷിപ്പിക്കാതെ നിങ്ങളെ വിജയത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കും എന്ന് ഞാൻ കരുതുന്ന ചില ടിപ്പുകൾ എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ നിങ്ങൾക്ക് സഹായമാകും എന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ചില ടിപ്പുകൾ, ചില ഫാക്റ്റുകൾ ഞാൻ ഒന്നൊന്നായിട്ട് ശ്രദ്ധയിൽപ്പെടുത്താം. ഓരോന്നും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക ഇൻഷാ അള്ളാ. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് PSC തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഹാർഡ് വർക്ക് എന്നതാണ്. കഠിന പരിശ്രമം, കഠിന പ്രയത്നം. ആദ്യം ഹാർഡ് വർക്കാണ്, പിന്നെയാണ് സ്മാർട്ട് വർക്കിനുള്ള വഴി തെളിയുന്നത്. ഷോർട്ട് കട്ട് എന്താണ് എന്നതിനെ കുറിച്ച് ഏറ്റവും ആദ്യം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അതായിരിക്കരുത് നമ്മൾ ചിന്ത. ഷോർട്ട് കട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. ആദ്യം ഹാർഡ് വർക്ക് ചെയ്യാൻ സന്നദ്ധത കാണിക്കുക, അത് തെളിയിക്കുക. നമ്മൾ ഇനീഷ്യലി നമ്മൾ കുത്തിയിരുന്ന് പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് പഠനം മുന്നോട്ട് പോകുക. അത് കൂടുതൽ സമയം നമ്മൾ ചെലവഴിച്ച് കൂടുതൽ എഫേർട്ട് അതിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഒരു ക്യാരക്ടറിനെ തന്നെ അത് ഡെവലപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റും എന്നതിൻ്റെ അത് വിളിച്ചോതുന്ന ഒരു ടെസ്റ്റിമണിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ടാണ് നമ്മൾ അവസാനം നമുക്ക് കിട്ടുന്ന നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വരുന്നത്, അതുപോലെ ജോലി നമുക്ക് കിട്ടുന്നത്, അപ്പോയിന്റ്മെന്റ് ആവുന്നത്, അതൊക്കെ എത്രത്തോളം പരിശ്രമം നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമെന്നതിന്റെ ഒരു കാണിക്കല്. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കും, എന്തിനാണ് ഒരുപാട് കോച്ചിങ്ങുകൾ, ഇപ്പോൾ ബ്രൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു കോച്ചിങ്ങുകൾ ഒരുപാടുണ്ട്, എന്തിനാണ് ഇതൊക്കെ? ഒരുപാടുണ്ടല്ലോ, ഒരുപാട് ആളുകളും ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, മറ്റൊന്നിലേക്ക് നിൽക്കാതെ ഉറക്കൊഴിച്ച് അല്ലെ അങ്ങനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള കോച്ചിങ്ങുകള്, ഇത്തരത്തിലുള്ള ക്ലാസ്സുകള് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നില്ലെങ്കിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോമ്പിറ്റൻസി ഉള്ളവരാണല്ലോ മുകളിൽ വരിക. ഇത്രയും ആളുകൾ പഠിക്കുമ്പോൾ അല്ലെ, യാതൊരു കോമ്പിറ്റൻസി ഇല്ലാത്ത, ഇങ്ങനെ യാതൊരു കോച്ചിങ്ങുകളും ഇല്ല, ഒന്നുമില്ല എന്നുള്ള നിലക്കാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ അറബിക് അധ്യാപകർ ആരായിരിക്കും? അത്തരത്തിൽ കോമ്പിറ്റൻസി ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. അപ്പോ അറബി അധ്യാപക മേഖലയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഭാഷാശേഷി മെച്ചപ്പെടണം എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായിട്ട് PSCക്ക് ഉള്ളത്. അപ്പോൾ ആധികാരികമായിട്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കതിൽ അറിവ് വേണം. അതാണ് PSC ലക്ഷ്യം വെക്കുന്നത്, ഡിസയർ ചെയ്യുന്നത്.
അപ്പോൾ അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന, കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കോച്ചിങ്ങുകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ആഴത്തിൽ നമുക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റും, കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഡിറ്റർമൈൻഡ് ആയിരിക്കുക, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സന്നദ്ധതയുണ്ട്, ഇനീഷ്യലി നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം ഡിറ്റർമൈൻഡ് ആയിരിക്കുക, ഡിസിസീവ് ആയിരിക്കുക, ഒരു ക്ലാരിറ്റി മനസ്സിലുണ്ടാക്കുക. ഇതാണ് എൻ്റെ മുന്നിലുള്ളത് ലക്ഷ്യം, ഇതിലേക്ക് ഞാൻ എഫേർട്ട് ഇടും എന്നുള്ളൊരു ക്ലാരിറ്റി മനസ്സിലുണ്ടായിരിക്കുക, ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരിക്കുക, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരിക്കുക. അപ്പൊ ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സിന് പുറമെയാണ്. ബ്രൈറ്റിൽ ചേർന്നാൽ നിങ്ങൾക്ക്, അതുപോലെ മറ്റുള്ള കോച്ചിങ്ങുകളിൽ ചേർന്നാൽ, ഒന്നിലും ചേരാതിരുന്നാലും മെറ്റീരിയൽസ്, കണ്ടന്റ്, പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ക്ലാസ്സുകളായിട്ടും അതുപോലെ തന്നെ ബുക്കുകളായിട്ടും എല്ലാം നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ പുറമെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിറ്റർമിനേഷൻ, ഡിസിസീവ്നെസ്, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു നീക്കത്തെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി, കോൺഫിഡൻസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് സെൽഫ് എഫേർട്ട് ഇടാൻ നിങ്ങൾ സന്നദ്ധമാകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ. ഇനി പഠനത്തിനായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയത്തെ കുറിച്ച് പറയാം. പലരും പറയും ഒരു ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ മതി എന്നൊക്കെ പറയും. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ, ഞാൻ ചെയ്തതും അതാണ്. അതായത് മാക്സിമം സമയം, മുഴുവൻ സമയവും പഠിക്കുക എന്നുള്ളത്, ദിവസത്തിൽ മുഴുവൻ സമയം പഠിക്കുക എന്ന് വെച്ചാൽ ഉറക്കം, അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ, അതൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ സമയം, അല്ലേ? 4 മണിക്കൂർ പഠിച്ചു നിർത്തിവെക്കാം എന്നുള്ള മനോഭാവം പാടില്ല. മുഴുവൻ സമയം. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ സ്വന്തം സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ അറിവുള്ള നിങ്ങൾ തന്നെയാണ്. അതൊന്ന് പരിശോധിക്കുക. അത്യാവശ്യ കാര്യങ്ങൾ, ആവശ്യമുള്ളതല്ല, അത്യാവശ്യ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ എത്ര സമയം ഇതിലേക്ക് ഇടാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അത് മുഴുവൻ PSC പഠനത്തിലേക്കായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ സന്നദ്ധമാകുക. അതാണ് സമയത്തെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം റിവിഷനെ കുറിച്ചാണ്. റിവിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഠനത്തിൽ. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതിനാണ് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ റിവിഷൻ എപ്പോൾ ചെയ്യണം, അതുപോലെ ഏത് ഭാഗം ചെയ്യണം എന്നൊന്നും ആരും നമുക്ക് വന്ന് പറഞ്ഞു തരാൻ പോകുന്നില്ല. അതൊക്കെ സ്വന്തം തീരുമാനിച്ച് സ്വന്തം ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ്, അല്ലേ? അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഏതെങ്കിലും പാർട്ട് എടുത്തിട്ട് അത് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ, അതൊക്കെ സ്വന്തം ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു, അത് കുറച്ചൊരു ഇടവേള കഴിഞ്ഞതിന് ശേഷം റിവിഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രയാസം തോന്നും. ഒന്നാമതായിട്ട് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞതാണല്ലോ, ഇതിപ്പോ എന്താ എനിക്ക് രണ്ടാമത് ഇതിലേക്ക് വരുമ്പോൾ കിട്ടാത്തത് എന്നുള്ള പ്രയാസം സ്വാഭാവികമായിട്ടും തോന്നും. അത് പിന്നെ രണ്ടാമതൊരു റിവിഷൻ കഴിയുമ്പോൾ, മൂന്നാമതൊരു റിവിഷൻ കഴിയുമ്പോൾ അത് എളുപ്പമായിട്ട് തോന്നും. പിന്നെ നമ്മൾക്ക് റിവിഷന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം കുറഞ്ഞു വരും. പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. അതുപോലെ ആ റിവിഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി, ഗുണം കൂടി വരും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ തവണ റിവിഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ റിവിഷൻ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം. മറ്റൊരു കാര്യം പറയാനുള്ളത് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചുമരിൽ ഒട്ടിക്കാൻ പറ്റുന്ന ചെറിയ നോട്ടുകൾ ഉണ്ടല്ലോ, വ്യത്യസ്ത കളറുകൾ കിട്ടും, അത് ഉപയോഗിക്കുക. ഞാൻ അത് ഉപയോഗിച്ചിരുന്നു. ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ മുഅല്ലഫാത്ത്, അദീബ്മാരുടെ ഡീറ്റെയിൽസ് ചുരുക്കി എഴുതുക, അതല്ലെങ്കിൽ വർഷങ്ങൾ, പല കാര്യങ്ങളും ജനറൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ അറബിക് ആയിക്കോട്ടെ, എന്തും സ്റ്റിക്കി നോട്ട്സിൽ നമ്മൾ എഴുതുക.
നമ്മുടെ റൂമിൽ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു വെക്കുക. ഞാനങ്ങനെ ഹോസ്റ്റൽ റൂമിൽ ഒട്ടിച്ചു വെച്ചിരുന്നു, ഇടക്കിടക്ക് വായിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് മാത്രമല്ല, അപ്പോൾ ആ ചെറിയ നോട്ടിൽ കൊള്ളാത്തതാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക, നമുക്ക് ഒട്ടിച്ചു വെക്കാമല്ലോ. ഇപ്പോൾ വലിയ ഒരു ചാർട്ടിലേ കൊള്ളുള്ളൂ എന്നാണെങ്കിൽ ചാർട്ട് എടുത്ത് എഴുതുക, ഒട്ടിക്കുക. ഇപ്പോൾ എന്തെങ്കിലും വലിയ ടേബിളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബഹറുകളെ കുറിച്ച് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയതിലേ കൊള്ളുള്ളൂ, അപ്പോൾ അത് അങ്ങനെയുള്ളതിൽ ഒട്ടിക്കുക. സ്റ്റിക്കി നോട്ട്സിൽ കൊള്ളുന്നത് അങ്ങനെ ഒട്ടിക്കുക. എന്തെന്നെ ആയാലും ഇടക്കിടക്ക് ഇത് നമ്മൾ കാണണം. അതുപോലെ കണ്ടാൽ മാത്രം പോരാ, വായിക്കണം, അതൊക്കെ ചെയ്യണം. അതും ഒരു റിവിഷൻ എന്ന നിലക്ക് അങ്ങനെ ആയിട്ട് പോകും. അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ഇതുപോലെ ഒട്ടിക്കാൻ പറ്റുന്ന പേപ്പറുകളായാലും ചാർട്ടുകളായാലും അത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അത് തീർച്ചയായിട്ടും സഹായകമാകും. മറ്റൊരു കാര്യം ഡിസ്കഷനെ കുറിച്ചാണ്. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിൽ ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാകും, ആക്ടിവിറ്റി ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടും ഡൗട്ട്സ് ഇട്ടിട്ടും മറ്റുള്ളവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സഹായിച്ചിട്ടും പല ഡിസ്കഷൻസിലും പങ്കാളികളാകാം. ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ. ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റിനോട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. അവന് അറബി നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു, ഞാൻ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ടാണല്ലോ പല കാര്യങ്ങളും. അപ്പോൾ സിലബസ് മൊത്തത്തിൽ കോമൺ ആണല്ലോ ഏകദേശം. ഇപ്പം നെറ്റിന് കുറച്ച് ഡീപ്പാണ് എന്ന് മാത്രം. അപ്പോൾ വ്യത്യസ്ത ടോപ്പിക്കുകൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡൗട്ട്സ് ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് അവസരം അങ്ങനെ കിട്ടി. അത് നിങ്ങൾക്ക് ഇപ്പോൾ അയൽവാസികളുണ്ട്, PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്, ജനറൽ ആയിക്കോട്ടെ അറബിക് ആയിക്കോട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. ഓഫ്ലൈൻ ആയിട്ടുള്ള ഡിസ്കഷൻ അതില്ലെങ്കിൽ, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓൺലൈൻ ഡിസ്കഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഒരു 3 പേരോ 4 പേരോ, ഇപ്പൊ 2 ആളാണെങ്കിലും കുഴപ്പമില്ല, ഗൂഗിൾ മീറ്റ് ചേർന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പഠിക്കുക, വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഡീപ്പ് സ്റ്റഡി എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ടോപ്പിക്കുകൾ മൊത്തത്തിൽ ഇപ്പോൾ PSC സിലബസ് എടുത്താൽ അത് വാസ്റ്റ് ആണ്. അറബിക് ആയാലും ജനറൽ ആയാലും വളരെ വാസ്റ്റ് ആണ്. സിലബസിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ലാത്തതിൽ നിന്നും ചോദ്യം വരാം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും നമുക്കൊണ്ട് പോസിബിൾ ആകുന്ന തരത്തിൽ ഡീപ്പ് സ്റ്റഡി, അതുപോലെ തന്നെ കൺസെപ്റ്റുകൾ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ചെയ്യേണ്ടത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഡിസ്കഷൻസിൽ ഇങ്ങനെ ഏതെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് സംശയം തോന്നുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ ഏരിയയിൽ സംശയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടാവില്ല, ടോപ്പിക്കുകൾ ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഒന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് ആ ഭാഗത്ത് ഒന്ന് ഡീപ്പായിട്ട് സമയം കിട്ടുന്ന വേളകളിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ തീരെ മുഴുവനായിട്ട് കുറേ ഭാഗമുണ്ട്, ഏരിയ ഉണ്ട്, മൊത്തത്തിൽ ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയില്ല എന്ന എക്സ്ക്യൂസ് മാറ്റി വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഏരിയകൾ ഇടക്കിടക്ക് പൊന്തി വരുന്ന, ഇപ്പോൾ ഏതെങ്കിലും പരീക്ഷയിൽ പലർക്കും കിട്ടാതെ പലതിനും ചലഞ്ച് കൊടുത്ത ഒക്കെ ആൾക്കാർ അങ്ങനെ ക്വസ്റ്റ്യൻസ് പൊന്തി വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഡീപ്പായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നുകയാണ് ഈ ഭാഗം ഒന്ന് പഠിക്കണം എന്ന് തോന്നുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അതൊന്ന് പഠിക്കുക. എവിടെ നിന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും, AI ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ജസ്റ്റ് നമ്മൾ ഏത് ടോപ്പിക് ആണെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടിട്ടാണെങ്കിൽ അങ്ങനെ, സിമ്പിൾ ഗൂഗിൾ സെർച്ചിലാണെങ്കിൽ അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുക. എന്നിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ അങ്ങനെ പഠിക്കുക. കൺസെപ്റ്റ് മൊത്തത്തിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. ഇപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ എക്സാം റൈറ്റിംഗ് എന്നുള്ളതാണ് മറ്റൊരു ടിപ്പ് കേട്ടോ.
എക്സാം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ എക്സാമിനെ പോലെ കണ്ട് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അക്കാഡമിയിൽ നിന്ന് കിട്ടുമല്ലോ മോഡൽ 100 ക്വസ്റ്റ്യൻസ് ഉള്ള 20 ജനറൽ 80 അറബിക് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അങ്ങനെ ഏതായാലും ആക്സസിബിൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് എടുക്കുക, ടൈം സെറ്റ് ചെയ്യുക. 1.5 മണിക്കൂറാണല്ലോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു മോക്ക് എക്സാം എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. 1 മണിക്കൂർ കൊണ്ട് ഇത്തരത്തിലുള്ള എക്സാം റൈറ്റിംഗ്സ് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോഡൽ ആയിക്കോട്ടെ, 100 ക്വസ്റ്റ്യൻസ് വേണം. ടൈം ഫിക്സ് ചെയ്യുക, മറ്റൊന്നിൽക്ക് നിൽക്കാതെ എക്സാം ആയിട്ട് കണ്ട് എഴുതി നോക്കാം. അപ്പോൾ അതുകൊണ്ട് 2 ഗുണമാണുള്ളത്. ഒന്ന്, നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് കിട്ടും. അതുപോലെ ടൈം മാനേജ്മെന്റും മെച്ചപ്പെടും. ഇപ്പോൾ ഇതൊക്കെ PSC എക്സാമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്രൂഷ്യലാണ്, വളരെ പ്രധാനമാണ്. അപ്പോൾ എക്സാം റൈറ്റിംഗ് അങ്ങനെ ചെയ്ത് നോക്കുക. 1.5 മണിക്കൂർ എന്നുള്ളത് കുറച്ച് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, തെറ്റ് വന്ന ചോദ്യങ്ങൾ എക്സാം റൈറ്റിംഗ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഇപ്പോൾ ബ്രൈറ്റിൽ ഗൂഗിൾ ഫോം ക്വിസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതായിക്കോട്ടെ, ഡിസ്കഷൻ ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുമ്പോഴായിക്കോട്ടെ, തെറ്റ് വരുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി, B ആയിരുന്നു ഉത്തരം, നിങ്ങൾ C എഴുതി, അങ്ങനെ തെറ്റ് വരുന്ന ചോദ്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പുസ്തകം ഉണ്ടാക്കണം. അപ്പോൾ ആ പുസ്തകത്തിലേക്ക് നിങ്ങളിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു എക്സാം റൈറ്റിംഗ് എഴുതി നോക്കി മോക്കായിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു 30 എണ്ണം അല്ലെങ്കിൽ ഒരു 35 എണ്ണം തെറ്റി മിസ്റ്റേക്ക് വന്നു എന്നാണെങ്കിൽ ആ 35 എണ്ണം, ആ ഒരു 35 എൻട്രികൾ അന്ന് ആ ഒരു പുസ്തകത്തിലേക്ക് നടക്കണം. എന്ന് പറയുമ്പോൾ ചോദ്യം എഴുതുക, തെറ്റിയ ചോദ്യം അത് എഴുതുക, ഉത്തരം എഴുതുക, കറക്റ്റ് ഉത്തരം എഴുതുക, മറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതി ചേർക്കാനുണ്ടെങ്കിൽ അത് എഴുതുക. അങ്ങനെ തെറ്റിയ മുഴുവൻ ചോദ്യങ്ങളും എഴുതി വെക്കുക. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ നമ്മളൊരു ഗൂഗിൾ ഫോം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 8 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10 ചോദ്യങ്ങളിൽ നിങ്ങൾ 7 എണ്ണം ശരിയായി, 3 എണ്ണം തെറ്റി, അങ്ങനെ വരുമ്പോൾ ഓക്കെ 7 എണ്ണം ശരിയായല്ലോ, 3 എണ്ണല്ലേ തെറ്റിയിട്ടുള്ളൂ, 3 എണ്ണം ഏതാ ചുവപ്പ് കളറിൽ വന്നിട്ടുണ്ടാവും, നിങ്ങളൊന്ന് നോക്കും. നോക്കിയിട്ട് ഓവർ കോൺഫിഡന്റ് ആയിട്ട് മനസ്സിൽ പറയും, ഓക്കെ ഇതിപ്പോ മനസ്സിലായി, ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലായി, ഇനി എന്റെ തെറ്റില്ല എന്ന് മനസ്സിൽ പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ ചോദ്യം മുമ്പിലെത്തിയാൽ അത് തെറ്റാൻ സാധ്യതയുണ്ട്. 2 ദിവസമൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ശരിയാക്കും. പക്ഷെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചോദ്യം വീണ്ടും മുമ്പിലെത്തിയാൽ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ പഠനത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയണം. അപ്പോൾ അതില്ലാതിരിക്കണല്ലോ. ഒരു തവണ നമ്മളെ കുഴപ്പിച്ച ചോദ്യം പിന്നെയും കുഴപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തെറ്റ് വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക ഈ പറഞ്ഞ പുസ്തകത്തിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രം പോരാ, ഈ പുസ്തകം സാധാ റിവിഷൻ പറഞ്ഞ പോലെ, അതുപോലെ സ്റ്റിക്കി നോട്ട്സ് നമ്മൾ ഇടക്കിടക്ക് വായിക്കുന്നത് പോലെ ഈ പുസ്തകവും ഇടക്കിടക്ക് എടുത്ത് വായിക്കണം. ആദ്യത്തെ എൻട്രി മുതൽ അവസാനം, ഏറ്റവും അവസാനം എന്താണ് ഇത് ചേർത്തത് അതുവരേക്കും ഇടക്കിടക്ക് എടുത്ത് വായിക്കണം. അത് ഉറപ്പായിട്ടും എക്സാമിലേക്ക് ഉപകരിക്കും. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ കാര്യം നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവമായി കണക്ട് ചെയ്തിട്ട് പറയാണ്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പോൾ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ നേരെ 1 to 100 നേരെ ചെയ്യലാണ്. ചിലര് ജനറൽ ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ച് അവസാനത്തേക്ക് ചെയ്യാം എന്ന് കരുതുന്നവരുണ്ടാകും. ഞാൻ അങ്ങനെയല്ല, ഞാൻ 1 to 100 നേരെ ചെയ്യലാണ്. അപ്പോൾ അതിനെ 1 മുതൽ 100 വരെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനെ ഒരു റൗണ്ടായിട്ട് കാണാം. ഒന്നാമത്തെ റൗണ്ട് എന്ന നിലക്ക്, ഒന്നാമത്തെ റൗണ്ടിൽ 1 മുതൽ 100 വരെ പോകുമ്പോൾ അറിയുന്നവ മാത്രം കറുപ്പിക്കുന്നു. എന്നിട്ട് അത് കറുപ്പിച്ചു എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ സാധാരണ
ആ ക്വസ്റ്റ്യൻ നമ്പറിന്റെ നേരെ ഒരു വര വരക്കുമല്ലോ, അങ്ങനെ ചെയ്യാം. അത് ഓൺലൈൻ എക്സാം ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ 2 ഓപ്ഷനുകളിലോ അല്ലെങ്കിൽ 3 ഓപ്ഷനുകളിലോ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ രണ്ടാലൊന്നാണ്, ബിയോ സിയോ ആണ് കൺഫ്യൂഷൻ്റെ. മറ്റേ 2 ഓപ്ഷൻ എയോ ഡിയോ എന്തായാലും അല്ല, അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളത്. അതുപോലത്തെ 3-4-1 കൺഫ്യൂഷൻ ഉള്ളത്. 3-4-1 എന്ന് അറിയാം. ഓപ്ഷൻ എ എന്തായാലും അല്ല, ബിയോ സിയോ ഡിയോ ആണ് എന്ന് കൺഫ്യൂഷൻ ഉള്ളത്. അങ്ങനെയുള്ളതൊന്നും ആദ്യത്തെ റൗണ്ടിൽ ഒരു നിലക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുക, മാർക്ക് ഫോർ റിവ്യൂ എന്ന് കൊടുക്കുക ഓൺലൈൻ എക്സാം ആണെങ്കിൽ. എന്നിട്ട് ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എത്ര മാർക്ക് പെട്ടിയിലായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സാധാരണ ഇത്രയും ദിവസം പഠനം നടത്തി, തയ്യാറെടുപ്പുകളൊക്കെ നടത്തി, റിവിഷനൊക്കെ കഴിഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കും മറ്റുള്ളവരും. അപ്പോൾ ഏകദേശം ഒരു PSCക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര മാർക്ക് ആയിട്ടുണ്ടാവും, എന്തായിരിക്കും അവസ്ഥ, എത്ര മാർക്കായിരിക്കും കട്ട് ഓഫ് എന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ആ ധാരണ വെച്ചിട്ട് എത്ര നെഗറ്റീവ് എനിക്കിനി താങ്ങാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതിനെ കുറിച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ആ സമയത്ത്. ഓക്കെ, ഒന്നാമത്തെ റൗണ്ട് തീരുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും പരീക്ഷ അവസാനിക്കാൻ ബാക്കിയുണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാക്കാം. അപ്പോൾ ആ റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് മാറും, ഓരോ എക്സാം അനുസരിച്ചിട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ 3 മാർക്ക് ഇപ്പൊ എനിക്കുള്ളതിൽ നിന്നും പോയാലും അത് വലുതായി ബാധിക്കില്ല എന്ന് തോന്നുന്നു എന്നാണെങ്കിൽ ഒരു 9 അല്ലെ, 9 മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുള്ള നിന്ന് ഒരു 15 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 9 എടുത്തിട്ട് എന്ത് ചെയ്യാം, കർപ്പിക്കാം. അപ്പോ ഏറ്റവും തീരെ ബാക്കിയില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്താവും, -3 വരും. അത് താങ്ങാനാവും എന്നുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ചെയ്തത്. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. മിക്കവാറും നിങ്ങൾ രണ്ടാമത്തെ റൗണ്ടിൽ അറ്റൻഡ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ കുറച്ചൊക്കെ ശരിയാവാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ 15 ചോദ്യങ്ങളാണ് റൗണ്ട് ഇട്ട് വെച്ചത്, രണ്ടാമത്തെ റൗണ്ടിലേക്ക് വെച്ചത് എന്നാണെങ്കിൽ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 9 അല്ലെ, നമ്മൾ എത്രയാണ് നെഗറ്റീവ് താങ്ങാൻ കഴിയുക അതിനനുസരിച്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യുക, കറുപ്പിക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിസ്കിനനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം അവസാനിപ്പിക്കുക. ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അഥവാ 1-2 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നിൽക്കരുത്. മൂന്നാമത്തെ റൗണ്ട് ഇല്ല, 2 റൗണ്ടിൽ അവസാനിപ്പിക്കുക. അപ്പോൾ എക്സാം റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, മോക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്ന മോഡൽ. ആ സമയത്ത് ഇതെല്ലാം 1 മണിക്കൂറിനകം തീരണം. ആക്ച്വൽ എക്സാമിൽ നമുക്ക് അതിന് കഴിയില്ല. ആക്ച്വൽ എക്സാമിൽ ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ റൗണ്ട് തീരുന്ന സമയത്ത് 15 മിനിറ്റ് എങ്കിലും ബാക്കി ഉണ്ടായിരിക്കണം അതിൽ കാൽക്കുലേഷൻ നടത്താനും അതുപോലെ സെക്കൻഡ് റൗണ്ട് ചെയ്യാനും. അപ്പോൾ ആ കാര്യം കൂടി എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടയ്ക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ്, ടിപ്പുകളാണ്, ഫാക്റ്റുകളാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇട്ടത്. നിങ്ങളൊക്കെ പഠനം തുടങ്ങാനിരിക്കുകയാണ്. ഇത് നിർത്താതെ, ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ പുതിയൊരു തുടക്കമായിട്ട് കണ്ടിട്ട് നിർത്താതെ മുന്നോട്ട് പോകുക. ഇൻഷാ അല്ലാഹ് പരമാവധി നിങ്ങളുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാകുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ ഭംഗിയായിട്ട് ഒരു വിജയം അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. മനോഹരമായ വാക്കുകൾ, ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പങ്കുവച്ചത്. പുതിയ പഠിതാക്കളെ സംബന്ധിച്ച് വളരെ പ്രത്യേകിച്ചും ഈ കുറേ കാലമായി PSCക്ക് പിന്നിലിരുന്ന് ഇപ്പോഴും ലക്ഷ്യത്തിലെത്താതെ നിരാശ ബാധിച്ചു തുടങ്ങിയ ആളുകളെയൊക്കെ സംബന്ധിച്ചൊക്കെ സ്വീകരിക്കാവുന്ന
പ്രായോഗികമായ കുറേ നിർദ്ദേശങ്ങൾ കൂടിയാണ് ബിലാൽ പങ്കുവച്ചത്. മൊത്തത്തിൽ പഠനം എന്നുള്ളത് ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് കൂടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പുതിയ കാലത്തെ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാപ്സൂളുകൾ പഠിക്കുന്നതിൽ നിന്ന് മാറി കുറെ കൂടി വിശാലമായി ആ വിഷയത്തെ സംബന്ധിച്ച് നല്ല രീതിയിൽ നമുക്ക് അറിവുണ്ടാക്കുക എന്ന തലത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകും. അതൊരു PSC മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിൽ കൂടി നമുക്ക് എന്താക്കാൻ കഴിയും. നെറ്റ് JRF ആവട്ടെ, സെറ്റ് എക്സാം ആവട്ടെ, അതിലേക്ക് കൂടി ഇതിൻ്റെ തുടർച്ചകളെ കൊണ്ടുപോകാൻ അത് നമുക്കെന്താവും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ശ്രമങ്ങളും ഇടപെടലുകളുമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത് പിന്നെ മറ്റൊരു ചോദ്യം പലപ്പോഴായിട്ട് ഉണ്ടാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ അതൊക്കെ നമുക്ക് കിട്ടുമോ? കുറേ ലിസ്റ്റുകൾ വന്ന് പിന്നെ അത് ക്യാൻസലായി പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിരാശരായ ആളുകൾ കൂടിയുണ്ട്. അവരോടൊക്കെ ബിലാൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തവക്കുൽ എന്നുള്ളത്. നമുക്ക് നമ്മളെ സംബന്ധിച്ച ഒരു ആത്മവിശ്വാസം വേണം, നമുക്ക് നേടാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. പിന്നെ നമ്മളെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാ പ്രതിബന്ധങ്ങളും മാറ്റിവെച്ച് ഒരു പക്ഷേ പലരിൽ നിന്നായി പല ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ, പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ഇത്ര കാലമായി പഠിക്കുന്നു, ഇനിയും ഒന്നും ആയിട്ടില്ലേ, ഇനിയും മതിയാക്കാനായിട്ടില്ല ഈ പഠനം, എന്നും ഇത് തന്നെയാണ് പരിപാടി തുടങ്ങിയ കുറേ വാക്കുകൾ, കുത്തുവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ എന്താണ് ചിരിച്ച് സ്നേഹത്തോടെ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പറയുന്ന വാക്കുകൾ പലപ്പോഴും അത് കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രയാസം പറയുന്നവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയും ചില എന്താണ് ഉപചാരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുനിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെയൊക്കെ അതിജീവിച്ചും മറികടന്നുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ശ്രമത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള പോയിന്റിൽ എത്തുന്നത് വരേക്കും നമ്മളത് കൈവിടരുത് എന്നുള്ളതാണ്. അപ്പം ആരെങ്കിലും പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ നമ്മൾ ഒരിക്കലും വശംവദരായി അതിൽ നമ്മൾ എന്തായാലും തളർന്നു പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ കുറഞ്ഞ സീറ്റുകൾ അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള നിരാശ, ഇത്രയൊന്നും കാര്യങ്ങൾ എന്താവരുത്, ഇത്തരം വിഷയങ്ങളിലൊന്നും നമ്മൾ എന്താക്കരുത്, പെട്ട് തളർന്നു പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറെ കാര്യമായി പറയാനുള്ളതാണ്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട റസ്ല ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറെ പ്രിയപ്പെട്ട റസ്ല ടീച്ചറെ സ്നേഹപൂർവ്വം സാദരം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രൊഫസറെ, ബിലാലിന്റെ സംസാരം കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്കൊരു വല്ലാത്തൊരു അവസരം കിട്ടിയതാണ്. ബിലാൽ സാർ ഒരു ടോക്ക്, സാറിന്റെ സംസാരം കേട്ട് നിങ്ങൾക്കൊക്കെ ഇപ്പൊ കൃത്യമായിട്ടൊരു ഐഡിയ ഇതിനെ കുറിച്ച് ഉണ്ടാവും. എങ്ങനെയാണ് PSC നേടേണ്ടത്, എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യം എങ്ങനെ നേടണം എന്നുള്ളത് ബിലാൽ സാർ പറഞ്ഞ ഒരു മെത്തേഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. കാരണം നിങ്ങൾ ഒരുപാട് പേരുടെ ടോപ്പേഴ്സ് ടോക്കും വിന്നേഴ്സ് ടോക്കും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ബിലാൽ സാറ് സംസാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക. ആ ഒരു പാത പിന്തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ PSCയിലെ ഏറ്റവും വലിയ എക്സാം ഏതാണോ നമ്മുടെ കരിയർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ആ കരിയറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡ് ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. 100% ഉറപ്പാ. അതായത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും ബിലാൽ സാർ നിങ്ങൾക്ക് എങ്ങനെ PSC ലിസ്റ്റിലേക്ക് എത്താം, എങ്ങനെ ജോലിയിലേക്ക് എത്താം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ പഠിക്കേണ്ട ഒരു രീതിയും രൂപമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പെയ്ഡ് ഗ്രൂപ്പിന്റെ ഒരു ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാവും, അത് ഏതായാലും. ഇനി നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പറ്റിയ ഗ്രൂപ്പുകൾ ഉണ്ടാവും.
എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇനി നമ്മൾ അതിലേക്ക് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി ഇനി ആ മടിയൊക്കെ മാറ്റി നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇപ്പൊ ബിലാൽ സർ പാഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. PSCയോട് അല്ലെങ്കിൽ ജോലിയോട് നമുക്ക് അമിതമായ ആഗ്രഹം വേണം. ഇനി ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്ക് അതിനോട് ഒരു ആവശ്യം വേണം അല്ലേ? ജോലി ആവശ്യമാണ് എന്നൊരു തോന്നല് നമുക്ക് ഉണ്ടാവണം. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറെ നാള് വാപ്പാടെ ചെലവില്, പിന്നെ കുറച്ച് ആങ്ങളമാരുടെ ചെലവില്, അത് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ ഹസ്ബൻഡുമാരുടെ ചെലവില്, കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ 1 രൂപക്ക് പോലും ചോദിക്കേണ്ട അവസ്ഥ വരുമോ? ഇനി പോട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും ഒരു 10 രൂപ കൊടുക്കണമെങ്കിൽ അവരോട് ചോദിക്കണ്ടേ? കൈ നീട്ടണ്ടേ? അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ ആ ഡ്രസ്സിന്റെ പ്രൈസ് ടാഗ് നോക്കണ്ടേ? നമ്മൾ മറ്റേ ആൾക്ക് ഭാരമാകുന്നുണ്ടോ, ബാധ്യത ആവുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മാറി നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ, അത് കുടുംബത്തിലായാലും ഹസ്ബൻഡിന്റെ അടുത്തായാലും കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്ടിലായാലും അവരുടെ കുടുംബങ്ങളിലായാലും എവിടെയായാലും നമുക്കൊരു വില ഉണ്ടാവണമെങ്കിൽ ജോലി അത്യാവശ്യമാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നല്ല രീതിയിൽ, ഒരു ചെറിയ രീതിയിൽ ഒരു അനിയൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾ PSC ഒക്കെ നേടിക്കഴിഞ്ഞാൽ പറ്റും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, സാമ്പത്തികമായിട്ടുള്ള ഏകദേശം എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എല്ലാം പറ്റും. ഇനി ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് ജോലി എന്ന് പറയുന്നത്. മറ്റത് എന്ന് പറയുന്നത് ഒരു കൈത്താങ്ങാണ്. സ്ത്രീകളെ സംബന്ധിച്ച് 90% സ്ത്രീകളുടെ കാര്യമാട്ടോ പറയട്ടെ. എന്നാലും 10% സ്ത്രീകൾ ഈ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്നവരുണ്ടില്ല എന്നല്ല. പക്ഷെ 90% സ്ത്രീകളും ഒരു കൈത്താങ്ങായിട്ടാണ് ജോലി എന്നുള്ളത്. പ്ലസ് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഹസ്ബൻഡിന്, കുടുംബത്തിന് ഒരു കൈത്താങ്ങായിട്ട്. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു ഓപ്ഷനും ഇല്ല അവിടെ. അവർക്ക് ജോലി കിട്ടിയേ തീരുള്ളൂ. അതും എന്നും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി തന്നെയാണ്. അത് നമ്മൾ കൊറോണ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ ജോലി നേടാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇനിയുള്ള കാലഘട്ടത്തില് അത്രയേറെയും കൂടി എളുപ്പമല്ല. കാരണം ഇപ്പൊ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഭയങ്കര ബ്രില്യന്റ് കുട്ടികളാണ്. നന്നായിട്ട് വായിക്കുന്ന നല്ല അറിവുള്ള കുട്ടികളാണ്. അതായത് ഓരോ ബാച്ച് കഴിയും തോറും മൂർച്ച കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിൽ ഏജ് കൂടുതലുള്ളവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. ഒരു 30+ അല്ലെങ്കിൽ ഒരു 35+ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ നല്ല സമയത്ത് നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് നമുക്ക് PSCയെ കുറിച്ച് വല്ല അറിവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ PSC എഴുതണമെന്ന്? അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അറിയുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അല്ലേ? എന്നിട്ടും ഒരുപാട് ആൾക്കാർ കയറിപ്പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ. ഒന്ന് ആലോചിക്കുക, അവസരങ്ങൾ കുറഞ്ഞു. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ PSCയിൽ ജോലി കയറി. 2019 ശേഷം കണക്കില്ലാത്ത അത്രയും ആൾക്കാർ അറബിക്കിലായാലും ജോലിയിൽ കയറിയിട്ടുണ്ട്. അപ്പോ അവസരങ്ങൾ കുറഞ്ഞു, പരീക്ഷകൾ കുറഞ്ഞു, മത്സരങ്ങൾ കൂടി, കട്ട് ഓഫ് കൂടി. അതായത് നമുക്ക് ഭയങ്കര റിസ്കി ഒരു സമയത്തുകൂടിയാണ് നമ്മൾ ഇനി എക്സാം എഴുതാൻ പോണത്. അതായത് നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോണത്. ഞങ്ങളൊക്കെ അൽഹംദുലില്ലാ കൈസലായി എന്നൊക്കെ പറയാലോ, അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയ ടീമാ. പക്ഷെ ആ ഒരു ബിലാലൊക്കെ കഷ്ടപ്പെട്ട് എഴുതിയതാട്ടോ. ആ ഒരു സമയം തൊട്ട് ഇങ്ങോട്ട് നല്ല ബ്രില്യൻ്റ് ആയ കുട്ടികളാണ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെ, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നിൽക്കൂല. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എത്രത്തോളം, നിങ്ങളൊന്ന് ആലോചിക്കേ, കേരള ഗവൺമെന്റിന്റെ ടാഗ് ഇട്ടിട്ടൊന്ന് പുറത്തിറങ്ങുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾക്ക് ജോലിയുണ്ട്, ഗവൺമെന്റ് സ്കൂളിലാണ്, അങ്ങനെ പറയുന്ന ഒരു അന്തസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എയ്ഡഡ് സ്കൂളിൽ ഒരു 5 വർഷം വർക്ക് ചെയ്തതാ. പക്ഷേ സത്യത്തിൽ ആ PSCയുടെ അന്ന് സൈൻ ചെയ്തത് മുതല് എൻ്റെ ഹസ്ബൻഡിന് എന്നോട് റെസ്പെക്ട് ഭയങ്കരമായിട്ട് കൂടി. രണ്ടും ഒരേ ജോലിയാണ്. അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഒരു 7000 രൂപ എനിക്ക് റിട്ടയർ ആവണ സമയം വരെ നഷ്ടമാണ്. അതിങ്ങനെ എമൗണ്ട് കൂട്ടിക്കൂടിയിരിക്കും മാസം മാസം.
അതായത് ഒരു മാസം എനിക്ക് 7,000-അടുത്ത് നഷ്ടം വരും. എന്നിട്ട് പോലും ഞാൻ PSC തിരഞ്ഞെടുത്തു. എയ്ഡഡിനെ ഒഴിവാക്കി. അതെന്റെ പോസ്റ്റ് പോണോണ്ടല്ല. ഏറ്റവും നല്ല എറണാകുളം ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടോപ്പ് എയ്ഡഡ് സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഇറങ്ങിയിട്ട് ഞാൻ PSCയിലേക്ക് പോണത്. അതായത് നമുക്ക് അതിനോടൊരു ഭ്രാന്ത് ഉണ്ടായിരിക്കണം. ആ ഭ്രാന്താണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക. അമിതമായ ആവേശം ഉണ്ടായിരിക്കണം. ആ ആവേശത്തിന്റെ മുന്നില് കുടുംബക്കാരുടെ കല്യാണമോ, അതായത് എക്സാമിന് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാം ഇന്ന മാസത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് ഒരു 5-6 മാസം കുടുംബക്കാരുടെ കല്യാണം നിങ്ങൾ എക്സാമിനെ ബാധിക്കരുത്. ടൂറ്, കറക്കം, ഇങ്ങനെയുള്ള യാതൊരു, അതായത് പ്രയോറിറ്റി എന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിനൊന്നും ഒട്ടും പോകണ്ടെന്നല്ല. പ്രയോറിറ്റിയിൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ ജോലിക്ക് PSCക്ക് കൊടുക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചോ, നിങ്ങളുടെ അഭിമാനം ഉയർത്തുന്ന ഒരേ ഒരു കാര്യം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജോലിയാണ്. അവിടെ അത്രയും സ്വഭാവ മഹിമയുള്ള ഒരു പെണ്ണിനെ പോലും ആ സ്വഭാവത്തിന്റെ പേരിൽ അതിന്റെ അഭിമാനം ഉയർത്തിക്കൊണ്ടേ ഒരു മനുഷ്യനെ ഇരിക്കൂല. ഒരാണായാലും നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കോ മക്കളെ? ജോലി ഇല്ലാത്തവന് ചെയ്തു കൊടുക്കൂല അല്ലേ? എന്നാൽ ജോലി നോക്കിയിട്ട് കുടുംബമോ അല്ലെങ്കിൽ സ്വഭാവമോ നോക്കാണ്ട് കെട്ടിച്ചു കൊടുക്കണ സമൂഹമാണ് നമ്മുടെ മുന്നിലേക്ക് ഏറെക്കുറെ. അതുകൊണ്ടാണ് വേറെ എന്തൊക്കെയോ നമ്മൾ കേൾക്കുന്നത്. അപ്പോ എല്ലാവരുടെ മുന്നിലും ആദ്യത്തെ ഓപ്ഷൻ ജോലി എന്താണെന്നാണ്. നമ്മളൊരു ചെറുക്കന് കല്യാണം ആലോചിച്ച് എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചെറുക്കന്റെ ജോലി എന്താന്നല്ലേ. ഇപ്പോ ഈ കാലഘട്ടത്തിൽ പെണ്ണിന് ജോലി ഉണ്ടോന്നും കൂടെ ചോദിക്കും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പെണ്ണിന്റെ ജോലി വിഷയമല്ല, പെണ്ണ് ജോലിക്ക് പോകുന്നത് തന്നെ ഇഷ്ടമല്ലാത്തൊരു ടീമായിരുന്നു. അതൊക്കെ മാറി, കാലഘട്ടം പൂർണ്ണമായിട്ടും മാറി. അപ്പോ ജോലി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. ഒരു മനുഷ്യന് നമുക്ക് 1 രൂപ വെറുതെ കൊണ്ടുതരില്ല. കൊണ്ടുതരണമെങ്കിൽ നമ്മൾ യാചിക്കണം അല്ലേ? ഒരാള് നമുക്ക് ഒരു 10 രൂപ തരണമെന്നുണ്ടെങ്കിൽ യാചിക്കണം. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ കുട്ടികളോടും പറയാറുണ്ട്, ആരോഗ്യമുള്ള സമയത്ത് ഹലാലായ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കാശുണ്ടാക്കണം. ഒരു മനുഷ്യന് ഈ കാശിന്റെ പുറത്ത് പരുന്ത് പറക്കൂല എന്നൊക്കെ പറയുന്നില്ലേ, സത്യമാണ്. പൈസയുടെ മേൽ ഒരു പരുന്തും മറക്കൂല. ഒരു ബന്ധവും അതിന്റെ മേലെ ആവൂല. നിങ്ങളെ തള്ളി പറഞ്ഞ ലോകത്തുള്ള സകലരും നിങ്ങൾക്ക് എന്ന് ജോലി കിട്ടുന്നോ അന്ന് നിങ്ങളുടെ പേര് പറയും. ഇപ്പൊ ഇതില് ആരാണ്? ഇപ്പൊ മെഹബൂബ് സാറ് പേര് പറയാം. മെഹബൂബ് അല്ലെങ്കിൽ പോട്ടെ, മെഹബൂബ് സാറിന്റെ പേര് പറയുന്നില്ല. മെഹബൂബ് സാറൊക്കെ വലിയ എന്നൊക്കെയാണ് ഞാൻ പറയാറ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നും പേര് പറയുന്നില്ല. പോട്ടെ, റസ്ല ടീച്ചർ തന്നെ പറയാം. ഇപ്പൊ റസ്ല എന്ന്, അല്ലെങ്കിൽ റസ്ല എന്റെ കുടുംബമാണ്, അല്ലെങ്കിൽ റസ്ലാനെ അറിയുമെന്ന് പറയാൻ മടിച്ചവര് ഉണ്ടെങ്കിൽ അവര് ജോലി കിട്ടിയതിന് ശേഷം റസ്ല ടീച്ചർ ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതെന്റെ ഇന്നാളുടെ മോളാണ്, അല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യയാണ്, ഇന്ന് വീട്ടിലുള്ളതാണ്. കാരണം അവർക്ക് അഭിമാനാണ്. അത്ര വരെ നമ്മളെ വിലയില്ലാത്തവർക്ക് നമ്മളെ വില താനെ ഉണ്ടാവാണ്. അതെന്താ ഉണ്ടാക്കണത്? ജോലിയാണ്. അത് മാത്രമല്ല, ഒരു എയ്ഡഡ് സ്കൂളിൽ ഇന്ന് കയറണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷമാണ് മിനിമം ചോദിക്കുന്നത്. ഇവിടെ എറണാകുളം ജില്ലയിലൊക്കെ അങ്ങനെയാണ്. മിനിമം മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ കേട്ടോ. ക്രിസ്ത്യൻസിന്റെ കയ്യിൽ കുറയും. മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴില് പറയാൻ പാടില്ല, എന്നാലും പറയാണ്, അവര് കൗമിനെ നന്നാക്കുന്നതിനേക്കാളും കൂടുതൽ അവനവനെ സമ്പത്ത് എത്രത്തോളം വരട്ടെ എന്ന് ചിന്തിക്കുന്ന മാനേജ്മെന്റാണ് സ്കൂളുകളുടെ കീഴിൽ കൂടുതലും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയൊക്കെ വാങ്ങിയിട്ട് ജോലി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 6 മാസം നിങ്ങൾ കൺസിസ്റ്റൻസി അത് ഏറ്റവും നിർബന്ധമാണ്. തുടർച്ച, കണ്ടിന്യൂറ്റി. ആ ഒരു തുടർച്ചയായിട്ട് ഒരു ദിവസം പഠനം മുടങ്ങാതെ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചോ, ആ 50 ലക്ഷം ലാഭിക്കാം. തനിയെ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ്, നിങ്ങളുടെ സ്റ്റാറ്റസ്, മക്കളുടെ സ്റ്റാറ്റസ്, ഹസ്ബൻഡിന്റെ സ്റ്റാറ്റസ് എല്ലാം ഇങ്ങനെ താനെ ഉയർന്നുകൊണ്ടിരിക്കും. അമ്മയുടെ മുമ്പിൽ വിലയുണ്ടാവും, വാപ്പാടെ മുമ്പിൽ വിലയുണ്ടാവും, നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവും. എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അവളോടൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവള് പറയട്ടെ, അവൾ എന്താ പറയുന്നത്, അവള് വരുന്നുണ്ടോ, അവൾ ഇറങ്ങിയോ, അല്ലെങ്കിൽ അവൾ ഇറങ്ങാൻ സമയം കൊടുക്ക്. അതായത് എപ്പോഴും അവൾക്ക് പ്രാധാന്യം ഉണ്ടാവും. എപ്പോഴാ? ജോലി ഉണ്ടാകുമ്പോ. ഒരു നേരം നമുക്കൊന്ന് ജോലി ഇല്ലെങ്കിൽ വീട്ടില്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നമ്മളൊന്ന് കിടന്നതിന് അവർക്ക് ഇവിടെ എന്താ പണി? വെറുതെ ഇരിക്കാതെ കുറെ നേരം പോയി കിടക്കാന്ന് പറയും. പിന്നെ ജോലിയിൽ പോയിട്ട് വന്നാൽ മക്കളെ നമുക്ക് എപ്പോ വേണേലും കിടക്കാം. അതൊക്കെ വല്ലാത്തൊരു ബെനിഫിറ്റാ. ചിലപ്പോ അതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇനി ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവന് ജോലി ഉണ്ടെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന് ഒരു 500 രൂപ കടം തരുമോ അല്ലെങ്കിൽ 5000 രൂപ തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഇത്രയും നാളും കടം കൊടുക്കാത്തവന് ആ ജോലി കിട്ടിയതിനു ശേഷം കടം കൊടുക്കും. കാരണം അവൻ ഉറപ്പാണ് പിറ്റേത്തെ മാസം 1നോ 2നോ ആ ക്യാഷ് തിരിച്ചു തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മക്കളെ 2-ാം തീയതിയോ 3-ാം തീയതി അത് വിട്ടിട്ട് നമ്മുടെ സാലറി അപ്പുറത്തേക്ക് പോവില്ല. അപ്പോ ഈ ദുനിയാവില് നമുക്കൊരു വിലയും നിലയും വേണമെങ്കിൽ അറിവ് മാത്രം പോരാ. നമ്മളുടെ സ്വഭാവ മഹിമയോ നമ്മുടെ സൗന്ദര്യമോ മാത്രം പോരാ. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം പണമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളുടെ മുമ്പിൽ ഭയങ്കര അഭിമാനത്തോടുകൂടി നടക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ എന്ന് ചിന്തിക്കുന്നോ അന്ന് നിങ്ങൾക്ക് PSC എന്നുള്ളൊരു അല്ലെങ്കിൽ നല്ലൊരു ജോലി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ആഗ്രഹത്തോടുകൂടി പഠിച്ചവരാണ്. പ്രൈവറ്റ് സ്കൂളിൽ പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുത്തതിന് ശമ്പളം തരാ കൂടി വന്ന 15,000 രൂപ. 1 രൂപ അതിൽ കൂടുതൽ തരൂല. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, 8:30 സ്കൂളിൽ പോകണം, അവര് പറയുന്ന ഡ്രസ്സ് ഇടണം, അവര് പറയുന്ന പോലെ നിൽക്കണം, ഇരിക്കാൻ പാടില്ല. അറബി പഠിപ്പിക്കുന്ന നമുക്ക് നിസ്സാര ശമ്പളം കൊടുത്തിട്ട് അതേ ക്ലാസ്സിൽ 35-40 പിള്ളേരുണ്ടെങ്കിൽ ആ 40 പിള്ളേർക്ക് വിഷയം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എടുക്കുന്ന ടീച്ചർമാർക്ക് നമ്മളെക്കാൾ ഇരട്ടി സാലറി കൊടുക്കും. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യല് CBSE സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാനേജറോട് ഞാൻ ഇതാ ചോദിച്ചത്, എന്തുകൊണ്ടാണ് അതേ 35 കുട്ടികളെയാണ് ഞാനും പഠിപ്പിക്കുന്നത്. അന്ന് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ആരോടും പറയണ്ട, ടീച്ചർക്ക് കൂട്ടിത്തരാം. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഇവിടെ വേറെയും അറബി ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ അവരോട് പറയുന്നു പറഞ്ഞു. ആ സ്കൂളിലാണ് ഇപ്പൊ എന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് CBSE കൊണ്ടാക്കണം എന്ന് ഓർത്ത് കൊണ്ടാക്കിയതല്ല. എന്റെ രണ്ടാമത്തെ ആൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഞാൻ സ്കൂൾ മാറിയപ്പോ എനിക്ക് യാത്ര ബുദ്ധിമുട്ടായപ്പോ തിരിച്ചിങ്ങോട്ട് കൊണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ, മിഡിൽ സ്കൂളൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അറബിക്ക് പഠിച്ച നമ്മളും പഠിപ്പിക്കണത് 35 പിള്ളേരെ. അവര് പിന്നെ 40 മിനിറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്, അതേ 40 മിനിറ്റ് നമ്മളും ക്ലാസ് എടുക്കുന്നുണ്ട്. അവരെ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കണോ, നമ്മൾ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കണോ? അവരെന്തൊക്കെ ചെയ്യുന്നു അതിനേക്കാൾ ഇരട്ടി പണിയെടുത്തിട്ട് നമുക്ക് സാലറി വളരെ കുറവ്. അവർക്ക് നമ്മളെക്കാളും ഹൈല്. അറബിക്ക് പഠിച്ച ഒരാൾ പ്രൈവറ്റ് സ്കൂളിൽ കയറിയ 10-12 കൂടുതൽ കൊടുക്കൂല. പക്ഷെ നിങ്ങളൊന്ന് PSC ആലോചിച്ച് നോക്കി, ആഴ്ചയിൽ ആകെ 16 പീരീഡ് പോയാൽ മതി. അതും നമ്മുടെ തലയുടെ മേലെ HM പോലും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ ഭരിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെയാണ് രാജാവ്. കാരണം നമ്മള് അവരെ പോലെ തന്നെ പഠിച്ച് ജോലി എടുത്ത് വാങ്ങിയതാണ്. ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് നമ്മുടെ മേലെ നമ്മുടെ അധികാരിയായിട്ട് ഒരാള് നമ്മൾ ഭരിക്കാൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് തോന്നിയ പോലെ അടക്കുക എന്നുള്ളതല്ല കേട്ടോ. അപ്പോ അങ്ങനെ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ അത് PSC ആണ് ഏറ്റവും നല്ലത്. ഇനി അവസരങ്ങൾ കുറയും. ഇനി ചില ആൾക്കാരുണ്ട്, അടുത്ത എക്സാം വെറുതെ പോയി ഒന്ന് എഴുതാം, അത് പഠിച്ചിട്ട് ഇനി അതെങ്ങനെയാന്ന് നോക്കിയിട്ട് അടുത്ത എക്സാം എഴുതാന്നൊക്കെ ചിന്തിക്കുന്നവർ ചിന്തിച്ചോ. ഇനിയൊരു അവസരം വളരെ കുറവാണ്. കാരണം ഒരുപാട് ജില്ലകളിൽ രണ്ടാമത്, അതായത് ഞങ്ങൾ എഴുതിയ ആ എക്സാമുകൾ കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് വിളിച്ചു. അതിലൊക്കെയാണ് ബിലാലൊക്കെ കയറിയേക്കുന്നത്. ഇനി വളരെ കുറച്ച് ജില്ലകളിൽ വളരെ കുറച്ച് പോസ്റ്റുകളിലേക്ക് മാത്രമേ വിളിക്കാനുള്ളൂ. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ പഠനത്തിന് മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും. നിങ്ങൾക്ക് അഭിമാനം, നിങ്ങളുടെ ഒരു 10-18 സ്റ്റെപ്പ് കൂടും, സ്റ്റാറ്റസ് കൂടും, സാമ്പത്തികം കൂടും. എന്തൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടോ അത് മുഴുവനും അല്ലെങ്കിൽ ഒരു 90% നിങ്ങളെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. അവരുടെ പിന്നെ എന്താ പറയാ, അങ്ങോട്ടുള്ള പഠനത്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ പറ്റും. വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വണ്ടി വാങ്ങാൻ പറ്റും. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് 1-2 വർഷം കൊണ്ട് വേറെ ബാധ്യതകളില്ലെങ്കിൽ അതുപോലും ചെയ്യാൻ പറ്റും. അതായത് ഹലാലായ അത്രയും, അതായത് 35,600 LPയുടെ ബേസിക്. അതെല്ലാം കൂടി വരുമ്പോൾ ഒരു 40ന്റെ മേലെ, 41, 42 42-നേക്കാളും മേലെ ചിലപ്പോൾ നമുക്ക് സാലറി ഉണ്ടാവും. എങ്ങനെല്ലാം കഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഓരോ മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ വന്നുകൊണ്ടിരിക്കും. അതിന്റെ പുറമെ രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ ക്ലാസ് ഉള്ളൂ. ആഴ്ചയിൽ 16 പീരീഡേ ഉള്ളൂ. ആഴ്ചയിൽ 16 പീരീഡ് എന്ന് പറയുന്നത് 40 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. എത്ര മണിക്കൂർ പണിയെടുത്താലാണ് നമുക്ക് ആ ക്യാഷ് കിട്ടുന്നതെന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. അപ്പോ മടിയൊക്കെ മാറ്റി വെക്കുക. ഇപ്പൊ ഒരു തീരുമാനം എടുക്കുക. ഈ നിമിഷം മുതൽ എന്റെ കുടുംബം രക്ഷപ്പെടണം. എന്നെ തള്ളി പറഞ്ഞ അല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിന് ഒരു വിലയും തരാത്ത
പിന്നെ ബിസിനസ്സുകാരുടെ ഭാര്യമാരുണ്ടാവും. ഞാനൊക്കെ ഒരുപാട് കേട്ടതാണ്. നിന്റെ ഈ കാശ് എന്തിന്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നോട് 2 ദിവസം മുമ്പ് വരെ ചോദിച്ചിട്ടുണ്ട്. നിനക്ക് വെറുതെ വീട്ടിലിരുന്നാ പോരെ? നീ അതിനേക്കാളും കൂടുതൽ ചെലവാക്ക. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും കുറേ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ അംഗീകരിക്കും. കാരണം ബിസിനസ്സുകാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും. അവരൊരുപാട് കാശ് കൊണ്ട് കളിക്കുമ്പോൾ അവർക്ക് എന്നാലോ ഒരു ഇടങ്ങാറ് വരുമ്പോ കടലിൽ കായം കലക്കിയ പോലെ ആണെങ്കിലും അവർ ആദ്യം ചോദിക്കുക നമ്മളോടായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അപ്പോ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഭർത്താവിന്റെ മുമ്പില്, മക്കളുടെ മുമ്പില്, കുടുംബങ്ങളുടെ മുമ്പില്, അയൽവാസികളുടെ മുമ്പില് നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും തണലായിട്ട് നിങ്ങൾക്ക് മാറണോ? ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം രക്ഷപ്പെടുത്തണം. PSC പഠിച്ചോ. അവസരങ്ങൾ കുറവാണ്. ഇനി വരുന്ന ഓരോ എക്സാമും വളരെ വിലപ്പെട്ടതാണ്. നല്ലൊരു പെയ്ഡ് ഗ്രൂപ്പിന്റെ കൂടെ സാധാരണ ഞാൻ പ്രൊമോട്ട് ചെയ്യാറേ ഇല്ല. പക്ഷെ ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അച്ചടക്കില്ലാണ്ടായി പോകും. അതായത് തോന്നിയ പോലെ വരിക, തോന്നിയ പോലെ പഠിക്കുക. നിങ്ങൾ ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണല്ലോ, വെറുതെ കിട്ടുന്ന ഒന്നിനും ഒരു വിലയും ദുനിയാവിലുണ്ടാവില്ല. അതുകൊണ്ട് അപ്ഡേറ്റഡ് ഏത് ടീമാണോ അപ്ഡേറ്റഡ് ആണ്, ഇവിടെ ബ്രൈറ്റിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്, ഏത് ടീമാണോ PSCയുടെ സിലബസ് അപ്ഡേറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പഴയ, അതായത് ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കി ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PYQ തന്ന് ഏത് ടീമാണോ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതെന്ന് അന്വേഷിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്യുക. അല്ലാതെ വെറുതെ ഒരു ബ്രാൻഡ് പേര് കേട്ടിട്ട് എല്ലാവരും അതിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ജോയിൻ ചെയ്യാണ്ടിരിക്കുക. നന്നായിട്ട് അന്വേഷിച്ചിട്ട്, ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് ഏത് ഗ്രൂപ്പാണോ നിങ്ങൾക്ക് ആപ്റ്റ്, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ഏത് ഗ്രൂപ്പിലുള്ള പഠിച്ചാലാണ് ഞാൻ PSC കയറുക എന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. സത്യത്തിൽ ഉദ്ഘാടക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇവര് ഓരോന്ന് ഇടങ്ങാറിലാക്കുന്നതാണ് എന്നെ. ഏതായാലും എല്ലാവരും വിചാരിച്ച രീതിയിൽ അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കുന്നോ അത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടേ മറ്റുള്ളവരുടെ മുന്നിൽ എത്തുള്ളൂ. അപ്പോ മറ്റുള്ളവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച മക്കളെ ഒരിക്കലും അത് നിങ്ങൾക്ക് തടസ്സാവൂല. റബ്ബ് ആദ്യം നിന്നെ രക്ഷപ്പെടുത്തിയിട്ടേ നീ ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നേ അവരിലേക്ക് നോക്കുള്ളൂ. അപ്പൊ മനസ്സൊക്കെ വിശാലാക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതിനോടൊപ്പം നന്നായിട്ട് പഠിക്കുക. പ്രാർത്ഥനയും പഠനവും നിങ്ങൾക്ക് ഉണ്ടോ, തിരിഞ്ഞു നോക്കണം, നിങ്ങൾ PSC പാസ്സായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ടീച്ചർ സംസാരിച്ചത്. കുറെ തത്വങ്ങളോ കുറെ ഭാവനാ ലോകത്തു നിന്നുള്ള കാര്യങ്ങളോ ഒന്നല്ല. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥകളെയും കാര്യങ്ങളെയും മുൻനിർത്തിയിട്ടാണ് സംസാരിക്കുന്നതാണ്. അപ്പോൾ കുറെ കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സംസാരങ്ങളുടെ ഒരു ഭംഗി എന്ന് പറയുന്നതും സൗന്ദര്യം എന്ന് പറയുന്നതും നമ്മളെ ഈ കേൾക്കുന്ന ശ്രോതാവിനെ കൂടി ടച്ച് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. കുറേ തത്വങ്ങൾ പറഞ്ഞ്, കുറേ കവിതകൾ അല്ലെങ്കിൽ കുറേ കഥകൾ, സംരംഭങ്ങൾ പറഞ്ഞ് പോകുന്നതിനപ്പുറത്തേക്ക് ശ്രോതാവിനെ ഉൾക്കൊള്ളുന്ന വാക്കുകൾ പകർന്നു കൊടുക്കാൻ കഴിയുക, ആശയങ്ങൾ നൽകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രഭാഷകന്റെ, ഒരു സംസാരിക്കുന്ന ആളുടെ ഒരു കഴിവാണ്. അത് മനോഹരമായിട്ട് ഇവിടെ നമുക്ക് ടീച്ചർ പകർന്നു തന്നു. കൃത്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. കുറെ ഐഡിയകൾ ബിലാൽ സാറ് പങ്കുവച്ചു. റസൽ ടീച്ചർ നമ്മുടെ അതിന്റെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മെ എങ്ങനെ പോകണം എന്നതിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മുടെ കയ്യിലാണ് ഈ തേരിന്റെ കടിഞ്ഞാണുള്ളത്. നമ്മളാണ് നിയന്ത്രിക്കേണ്ടതും മുന്നോട്ട് പോവേണ്ടതും, എന്തായിത്തീരണമെന്നുള്ള ആ ലക്ഷ്യത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചുവടുവെപ്പുകളാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. അല്ലാഹു നമ്മുടെ ശ്രമങ്ങളെയൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയങ്ങളും, ജോലി നേടുക എന്നതിനപ്പുറത്തേക്ക് അറിവിന് വേണ്ടി വിനിയോഗിക്കുന്ന ഓരോ സമയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. നല്ല നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് പ്രതിഫലാർഹമായ ഒരു കാര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അത്തരം പോസിറ്റീവായ ആലോചനകളും ചിന്തകളും ഉണ്ടാവട്ടെ.
ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ സംസാരിച്ച ഉദ്ഘാടനം നിർവഹിച്ച റസ്ലി ടീച്ചർക്ക് ബ്രൈറ്റ് അക്കാദമിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വിഷയാവതരണം നടത്തി കൂടുതൽ മികച്ച രീതിയിൽ എങ്ങനെ PSCക്ക് പഠിക്കാമെന്നുള്ള കാര്യങ്ങൾ പകർന്നു തന്ന ബിലാൽ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സ്വാഗതം ആശംസിച്ച അജു സായിദ് സാർ, ഇവിടെ ശ്രോതാക്കളായി എത്തിച്ചേരുന്ന മുഴുവൻ പഠിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.